വിവാദങ്ങളിലും ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച ചിത്രമായിരുന്നു എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി എത്തിയ എമ്പുരാൻ മോഹൻലാലിന്റെ കരിയറിലെ വലിയ ഹിറ്റായി മാറി. ഇപ്പോൾ എമ്പുരാന്റെ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ചും ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. തങ്ങൾക്ക് അത്ഭുതകരമായ വിജയം നേടിത്തന്ന ചിത്രമാണ് എമ്പുരാനെന്നും തീർച്ചയായും സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു. സിനിമയിൽ കണ്ട കാഴ്ചകൾ പൂർണ്ണത വരണമെങ്കിൽ ചിത്രത്തിന് മൂന്നാം ഭാഗം കൂടിയേ തീരുവെന്നും പ്രേക്ഷകർ അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എമ്പുരാൻ വിവാദങ്ങളിലും മറ്റും അതുവരെ കൂടെ നിന്ന് പ്രവർത്തിച്ചവരുമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും തന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ട ദിവസമായിരുന്നു അതെന്നും ആന്റണി പെരുമ്പാവൂർ പറയുന്നു. മാതൃഭൂമി ദിനപത്രത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ: ഞങ്ങൾക്ക് അത്ഭുതകരമായ വിജയം സമ്മാനിച്ച ചിത്രമാണ് എമ്പുരാൻ. അതുകൊണ്ട് തന്നെ എമ്പുരാന് തീർച്ചയായും തുടർച്ചയുണ്ടാകും. കഥ അങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്. നിലവിൽ കണ്ട കാഴ്ചകൾ പലതും പൂർത്തിയാക്കാൻ മൂന്നാം ഭാഗം വന്നേ മതിയാകൂ. പ്രേക്ഷകരും അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എമ്പുരാൻ റിലീസ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷമാണ് അതുവരെ ചേർന്ന് പ്രവർത്തിച്ചവരുമായി ചില ബുദ്ധിമുട്ടുണ്ടാകുന്നത്. സിനിമാ ജീവിതത്തിൽ ഏറ്റവും അധികം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ ദിവസങ്ങളാണ് അത്. സമാനതകളില്ലാത്ത വരവേൽപ്പാണ് പലയിടങ്ങളിലും സിനിമയ്ക്കായി ഒരുക്കിയിരുന്നത്. റിലീസ് ഡേറ്റ് മാറ്റി അവരെയെല്ലാം നിരാശപ്പെടുത്തുവാൻ പറ്റില്ലായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ആ ദിവസം മാറിപ്പോയാൽ പിന്നീട് അത്തരത്തിലൊരു അവസരം ലഭിക്കണമെന്നുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും നേരിട്ടത് വലിയ വെല്ലുവിളിയായിരുന്നുവെന്നുമുള്ള സത്യം മറച്ചുവെക്കുന്നുമില്ല. എന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിസന്ധികളെ മറികടന്നു. ഗോകുലം ഗോപാല സാറിനെ പോലെയുള്ളവർ ഈ സിനിമയുടെ വിശേഷങ്ങൾ ആദ്യം മുതലേ തന്നെ അന്വേഷിച്ചവരാണ്. ലാൽ സാറുമായി അദ്ദേഹത്തിനെല്ലാം വലിയ അടുപ്പമുണ്ട്. മുന്നോട്ടുള്ള യാത്രയുമായി അവർ സഹകരിക്കാൻ തയ്യാറായി. കൃഷ്ണമൂർത്തിയെ പോലെയുള്ളവർ ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചു. ആന്റണി പെരുമ്പാവൂർ പറയുന്നു.